ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സിൽ തന്നെ നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പത്മ അവാർഡാണ്. അതായത് 2026 പത്മ അവാർഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എന്താണ് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് പത്മ അവാർഡ്. അപ്പോൾ പത്മ അവാർഡ് 2026 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോവാണ്. അതായത് ഇന്നത്തെ ഒരു വീഡിയോ കാണുന്നതോടുകൂടി പത്മ അവാർഡ് എന്ന ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യും, സെറ്റായിട്ട് പഠിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ പത്മ അവാർഡ് നമ്മൾ ആദ്യമേ പത്മ അവാർഡിലേക്ക് പോകുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾ പത്മ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കും അല്ലെ. അപ്പൊ എല്ലാ വർഷവും എന്താണ് റിപ്പബ്ലിക് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് റിപ്പബ്ലിക് ഡേ ജനുവരി 26-നാണ്. അപ്പൊ അതിന് അതിനോടനുബന്ധിച്ചാണ് ഈ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ഡേയുമായിട്ട് അനുബന്ധിച്ചാണ് ഈ പത്മ അവാർഡുകൾ എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. ഈ പത്മ അവാർഡ് നൽകി തുടങ്ങിയിട്ടുള്ള വർഷം എല്ലാവരും ശ്രദ്ധിക്കണം, 1954 മുതലാണ്. എന്ന് മുതലാണ്? 1954 മുതലാണ് പത്മ അവാർഡുകൾ നൽകി തുടങ്ങിയിരിക്കുന്നത്. റെഡിയാണല്ലോ? അപ്പം 1954 മുതലാണ് പത്മ അവാർഡുകൾ നൽകി തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് ഈ പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കും. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി എന്നത് ഭാരതരത്നമാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് എന്താണ്, ഭാരതരത്നമാണ് അല്ലെ. അപ്പൊ ഇതിന് തന്നെ ഒരു റാങ്കിങ് ഉണ്ട്. അതായത് ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് ഭാരതരത്നമാണ്. അതിനുശേഷം എന്താണ്, പത്മവിഭൂഷൺ ഉണ്ട്. പിന്നെയാണ് എന്ത് വരുന്നത്, പിന്നെയാണ് പത്മശ്രീയും പത്മഭൂഷണും പത്മശ്രീയും വരുന്നത്. അപ്പൊ ഇങ്ങനെ 4 കാറ്റഗറിയിലാണ്, 4 അവാർഡുകളാണ് നമുക്ക് ഇത് തരത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് ഭാരതരത്നമാണ്. ഭാരതരത്നത്തിന് ശേഷം പിന്നെ പത്മവിഭൂഷണന് ശേഷം പത്മഭൂഷൺ, അതിനുശേഷമാണ് എന്ത് വരുന്നത്, പത്മശ്രീ വരുന്നത്. അപ്പൊ ഇങ്ങനെ 4 അവാർഡുകളാണ് നമ്മുടെ പത്മ അവാർഡുകൾ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പത്മ അവാർഡുകൾ 4 അവാർഡുകളെ നമ്മൾ കൂട്ടി വിളിക്കുന്നതാണ് പത്മ അവാർഡുകൾ എന്ന് കേട്ടോ. അപ്പൊ പത്മഭൂഷൺ ആണ്, നായാണ് കേട്ടോ, പത്മവിഭൂഷൺ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ പത്മശ്രീയും വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്, ഭാരതരത്നം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഭാരതരത്നമുണ്ട്, പിന്നെ പത്മവിഭൂഷൺ ഉണ്ട്, അതിനുശേഷം പത്മഭൂഷൺ, പിന്നെ പത്മശ്രീ എന്ന രീതിയിലാണ് വരുന്നത്. 1954 മുതലാണ് പത്മ അവാർഡുകൾ നൽകി തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത് 2026 പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ആരംഭിച്ചാലോ മക്കളെ? നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പേ നോക്കിക്കോളൂ, പത്മ അവാർഡ് പരമാവധി 120 ആളുകൾക്ക് നൽകും. ഈ 120-ൽ മരണാനന്തര ബഹുമതിയും വിദേശകരും ഉണ്ടാകില്ല. പറഞ്ഞ മനസ്സിലായോ? എടാ, അതായത് പത്മ അവാർഡ് എത്ര പേർക്കാ, നമുക്ക് പരമാവധി ഇത്ര പേർക്കേ കൊടുക്കാവൂ എന്നൊരു ലിമിറ്റേഷൻ പത്മ അവാർഡിനുണ്ട്. അതായത് പത്മ അവാർഡ് പരമാവധി എത്ര പേർക്കാണ്, പരമാവധി 120 പേർക്ക് മാത്രമാണ് പത്മ അവാർഡ് നൽകുന്നത്. ഈ 120-ൽ പക്ഷെ എന്താണ്, മരണത്തിന് ശേഷം പ്രഖ്യാപിക്കുന്ന മരണാനന്തര അവാർഡുകൾ അല്ലെ, ആ മരണാനന്തര ബഹുമതിയും അതോടൊപ്പം തന്നെ എന്താണ്, വിദേശകരും ഉണ്ടാവില്ല. ഇതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. ആരാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ നമ്മൾ പത്മ പുരസ്കാരത്തെ പറ്റി, പത്മ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചു 1954 മുതലാണ് ഈ പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. അതിൽ പിന്നെ എല്ലാ വർഷവും നമ്മുടെ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് ഈ പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കും. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് ഭാരതരത്നമാണ്. ആ ഭാരതരത്നത്തിന് ശേഷം പിന്നെന്താണ്, പത്മവിഭൂഷൺ, പിന്നെന്താണ്, പത്മഭൂഷൺ,
പിന്നെന്താണ് പത്മശ്രീ എന്ന രീതിയിലാണ് അവാർഡുകൾ പോകുന്നത്. പിന്നെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ പറയുന്ന അവാർഡുകളെല്ലാം എന്താണ് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. പരമാവധി ഈ അവാർഡ് എത്ര പേർക്കാണ് നൽകാൻ പറ്റുന്നത്? പരമാവധി 120 പേർക്കാണ്. ഈ 120ൽ മരണാനന്തര ബഹുമതിയും വിദേശകരും ഉണ്ടാകില്ല. റെഡിയാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2026 കേസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. അതായത് പത്മ പുരസ്കാരം 2026 പ്രഖ്യാപിച്ചു. അപ്പൊ ആ 2026 പത്മ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ പത്മ പുരസ്കാരം 2026 131 പത്മ പുരസ്കാര ജേതാക്കളാണ് 2020 ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, സാറേ അതെങ്ങനെയാ ശരിയാകുന്നത്? നമുക്ക് പരമാവധി 120 പേർക്കല്ലേ കൊടുക്കാൻ പറ്റുന്നത്. എടാ പരമാവധി 120 പേർക്ക്, പക്ഷേ മരണാനന്തര ബഹുമതിയും വിദേശകരും ഈ 120ൽ ഉണ്ടാകില്ല. അതുകൂടാതെ നമുക്ക് കൊടുക്കാം അല്ലെ. ഇപ്പൊ മരണാനന്തര ബഹുമതിയും വിദേശകരും ഈ 120ൽ ഉണ്ടാകില്ല. അങ്ങനെയാണ്. അപ്പൊ മരണാനന്തര ബഹുമതിയും വിദേശകരും കൂടെ കൂട്ടിയാണ് ഈ 131 എന്ന ആ ഒരു സംഖ്യ വന്നത്. അപ്പം 2026 പത്മ അവാർഡ് 131 പേർക്കാണ്. 131 പത്മ പുരസ്കാര ജേതാക്കളാണ് 2026 ഉള്ളത്. എങ്ങനെയാണ്? 2026 131 പത്മ പുരസ്കാര ജേതാക്കളാണ് ഉള്ളത്. 131 പത്മ പുരസ്കാര ജേതാക്കൾ. അതിൽ തന്നെ പത്മവിഭൂഷൺ കിട്ടിയത് 5 പേർക്കാണ്. പത്മവിഭൂഷൺ കിട്ടിയത് 5 പേർക്കാണ്. ഇവിടെ നമ്മൾ ഭാരതരത്നം പറയുന്നില്ല, കാരണം അത് നൽകിയില്ല, ആർക്കും തന്നെ നൽകിയിട്ടില്ല 2026. അപ്പൊ അതുകൊണ്ട് നമ്മൾ പത്മവിഭൂഷൺ മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ടോട്ടൽ പത്മ പുരസ്കാരം 131 പേർക്ക് ലഭിച്ചു. 131 പത്മ പുരസ്കാര ജേതാക്കളാണുള്ളത്. അതിൽ തന്നെ പത്മവിഭൂഷൺ കിട്ടിയത് 5 പേർക്കാണ്. 2026 കേസാണ് ഈ പറയുന്നത്. നമുക്കത് പഠിച്ചാൽ മതിയാകും അല്ലെ. ഇപ്പൊ 2026 പത്മ വിഭൂഷൺ ലഭിച്ചത് 5 പേർക്ക്. 2026 പത്മവിഭൂഷൺ ലഭിച്ച എത്ര പേർക്കാണ് പറഞ്ഞോളൂ? 5 പേർക്കാണ്. 5 പേർക്കാണ് ലഭിച്ചത്. റെഡിയാണല്ലോ. റെഡിയാണ്. പത്മഭൂഷൺ കിട്ടിയത് എത്ര പേർക്കാണ്? 13 പേർക്കാണ്. പത്മശ്രീ ലഭിച്ചത് 113 പേർക്ക് 2026 പത്മശ്രീ ലഭിച്ചു. ഈ പത്മ അവാർഡ് ലഭിച്ചതില് 19 വനിതകളാണുള്ളത്. പത്മ അവാർഡ് ജേതാക്കളിൽ 19 വനിതകൾ. എത്ര വനിതകളാണ്? 19 വനിതകൾ. അതിൽ വിദേശകര് 6. മരണാനന്തര ബഹുമതി 16. നമ്മൾ 16 അടിയന്തരം എന്ന് ഓർത്താൽ മതി. മരണാനന്തര ബഹുമതി പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചതില് മരണാനന്തര ബഹുമതിയായിട്ട് 16 പേര്. അതിൽ മലയാളികൾ 8 പേരുണ്ട്. മലയാളികൾ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. ഈ സംഖ്യകളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ സംഖ്യകളെല്ലാം പഠിച്ചിരിക്കണം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒന്നുകൂടി 2026 പത്മ പുരസ്കാരം വേഗം നമുക്ക് ഒന്നുകൂടി പറയാം. 131 പത്മ പുരസ്കാര ജേതാക്കളാണ് 2026 ഉള്ളത്. അതിൽ തന്നെ പത്മവിഭൂഷൺ ലഭിച്ചത് 5 പേർക്ക്. പത്മഭൂഷൺ ലഭിച്ചത് 13 പേർക്കാണ്. പത്മഭൂഷൺ ലഭിച്ചത്. പത്മശ്രീ ലഭിച്ചത് 113 പേർക്കാണ്. അങ്ങനെ ഈ കിട്ടിയ പത്മ പുരസ്കാര ജേതാക്കളിൽ 19 വനിതകളുണ്ട്. അതില് എത്ര വിദേശകർ? 6 വിദേശകരുണ്ട്. 6 വിദേശകർ. 19 വനിതകളുണ്ട് പത്മ പുരസ്കാര ജേതാക്കളില്. 19 വനിതകളുണ്ട്. അതിൽ 6 വിദേശകരുണ്ട്. മരണാനന്തര ബഹുമതി 16 മരണാനന്തര ബഹുമതികളുണ്ട്. പിന്നെ എന്താണ്? മലയാളികൾ 8 പേരുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്താണ്, ഈ സംഖ്യകൾ ഒന്ന് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്താണ് ഈ ഒരു സംഖ്യകൾ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ പത്മവിഭൂഷൺ 5, പത്മഭൂഷൺ 13, പത്മശ്രീ 113, അതിൽ 19 വനിതകളും 6 വിദേശകരും 16 മരണാനന്തര ബഹുമതിയും അതോടൊപ്പം തന്നെ 8 മലയാളികളും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. റെഡിയാണല്ലോ. അപ്പൊ നമ്മൾ ഇനി എന്താണ്, ഓരോ ആളുകളെയും നമ്മൾ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓരോ ആളുകളെ, അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കും, അങ്ങനെയാണ് സാറേ ഈ പത്മശ്രീ കിട്ടിയ 113 പേരെയും നമുക്ക് പഠിക്കാൻ പറ്റുമോ? എടാ അങ്ങനെയല്ല. നമ്മൾ വളരെ പ്രധാനപ്പെട്ട സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഈ പത്മവിഭൂഷൺ ലഭിച്ച 5 പേരെയും നമുക്ക് പഠിക്കണം.
ഇതിൽ 5 പേരെയും നമുക്ക് പഠിക്കണം. പത്മവിഭൂഷൺ ലഭിച്ച 5 പേരെയും നമുക്ക് പഠിക്കണം. ഭൂഷൺ ലഭിച്ച 13 പേര്, അതിൽ നമ്മൾ പത്മശ്രീ ലഭിച്ച 113 പേര്, ഇതിൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പഠിക്കും. അപ്പൊ അതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ആളുകളെ നമ്മൾ പഠിക്കും. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അല്ല, ഈ 113 പേരെയും പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ആ 113 പേരിൽ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. മലയാളികൾ ഉണ്ടെങ്കിൽ അത് പഠിക്കണം. അതോടൊപ്പം തന്നെ കായിക താരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പഠിക്കണം. അപ്പൊ അതൊക്കെ ഞാൻ സെലക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട്. അവരെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ 113 പേരെയും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറയുന്ന ആളുകളെ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നോക്കടാ, 2026 പത്മവിഭൂഷൺ വിഭൂഷൺ, ഓക്കെ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് അത് കേട്ടോ. അപ്പൊ 2026 പത്മവിഭൂഷൺ 5 പേർക്ക് ലഭിച്ചു. അതിൽ 3 പേർ മലയാളികൾ. അപ്പൊ നോക്കടാ, 5 പേർക്കാണ് ടോട്ടൽ എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചത്. അതിൽ 3 പേര് മലയാളികളാന്നേ. അപ്പൊ ആ 3 പേര് മലയാളികളെയും പഠിക്കണം, പിന്നെ 2 പേരുണ്ട്. അപ്പൊ ടോട്ടൽ പത്മവിഭൂഷണിൽ നമ്മൾ 5 പേരുണ്ട്. ആ 5 പേരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം പത്മവിഭൂഷൺ ആയതുകൊണ്ട് ഈ 5 പേരെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇനി പത്മവിഭൂഷൺ ലഭിച്ച 5 പേരെയും എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. നിങ്ങൾ റെഡി അല്ലേടാ? പത്മവിഭൂഷൺ ലഭിച്ച 5 പേരെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ റെഡി ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേടാ, പത്മവിഭൂഷൺ ലഭിച്ച 5 പേരെയും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സെറ്റ് ആണെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞോളൂ. നമ്മളിതാ ആരംഭിക്കുന്നു. നോക്കൂ, ആദ്യത്തെ ആളാണ് VS അച്യുതാനന്ദൻ. ആദ്യം ആരാണ് നമ്മൾ പഠിക്കുന്നത്? VS അച്യുതാനന്ദൻ. VS അല്ലെ? യെസ്. അപ്പൊ ഈ VS അച്യുതാനന്ദൻ എന്താണ്? മേഖല ഏതാണ്? നിങ്ങൾ മെയിൻ ആയിട്ട് ഇതിൽ ഓർത്തു വെക്കേണ്ടത്, ഇതിന് മേഖല, ഏത് മേഖലയിലാണ് ഓരോരുത്തർക്കും ഈ അവാർഡുകൾ ലഭിച്ചത്, ആ മേഖല വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ മേഖല പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇത് VS അച്യുതാനന്ദൻ. VSന് നമുക്ക് എന്താണ്? പബ്ലിക് അഫയേഴ്സിനാണ് നമ്മളുടെ എന്താണ്? രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം. അപ്പൊ VS അച്യുതാനന്ദൻ ഏത് മേഖലയിലാണ് ഈ പത്മവിഭൂഷൺ ലഭിച്ചത്? പബ്ലിക് അഫയേഴ്സ് മേഖലയിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത്. അദ്ദേഹത്തിന്റെ സ്വദേശം ആലപ്പുഴയാണ്. 2025 ജൂലൈ 21 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മരണാനന്തര ബഹുമതിയാണ്. ഈ മരണാനന്തര ബഹുമതി കുടുംബം നിരസിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരൊക്കെയും എന്താണ്, നേതാക്കളൊക്കെയും എന്താണ്, ഇങ്ങനെയുള്ള അവാർഡുകൾ നിരസിക്കാറാണ് പതിവ്. അപ്പൊ അങ്ങനെ കുടുംബത്തിന് എന്താണ്, അത് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ കുടുംബം തീരുമാനിക്കുകയാണ്, ഈ ഒരു അവാർഡ് നിരസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ഈ ഒരു മരണാനന്തര ബഹുമതി കുടുംബം എന്താണ്, നിരസിക്കുകയാണ്. ഈ VS അച്യുതാനന്ദൻ, നമ്മുടെ VSനെ പറ്റി പറയുമ്പോൾ എന്താണ്, കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ആയിരുന്നു ആര്? VS അച്യുതാനന്ദൻ. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി സേവനം അനുഷ്ഠിച്ചു അല്ലെ? ഏകദേശം 15 വർഷക്കാലം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ വർഷക്കാലം പ്രതിപക്ഷ നേതാവായി സേവനം അനുഷ്ഠിച്ചു, 15 വർഷം. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. 82 വയസ്സിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയായിരുന്നു സമരം തന്നെ ജീവിതം. നമ്മുടെ VSന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ. അതുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മുടെ പത്മവിഭൂഷൺ അവാർഡിന് അവാർഡ് ലഭിച്ചത് VS അച്യുതാനന്ദനാണ്. നമ്മൾ ആദ്യം പഠിച്ച വ്യക്തി. 5 പേരുണ്ട്. ആ 5 പേരിൽ ഒരാളെ നമ്മൾ പഠിച്ചു. ആരാണ്? VS അല്ലെ? VS അച്യുതാനന്ദൻ. മരണാനന്തര ബഹുമതിയാണ്, അത് കുടുംബം നിരസിക്കുകയും അദ്ദേഹത്തിന്റെ ആത്മകഥ സമരം തന്നെ ജീവിതം. ഇദ്ദേഹത്തിന് ഏത് മേഖലയിലാണ് അവാർഡ് ലഭിച്ചത്? പബ്ലിക് അഫയേഴ്സ് മേഖലയിലാണ് അവാർഡ് ലഭിച്ചത്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ആളാണ് പത്മവിഭൂഷൺ ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് KT തോമസ്. ആരാണ്? പത്മവിഭൂഷൺ ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് KT തോമസ്. KT തോമസ് മേഖല ഏതാണ്? പബ്ലിക് അഫയേഴ്സ് മേഖലയാണ്. പബ്ലിക് അഫയേഴ്സ് മേഖലയിലാണ്. മക്കളെ കുറിച്ചു വെക്കുക, മേഖല അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ പബ്ലിക് അഫയേഴ്സ് മേഖലയിലാണ് ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? ഈ അവാർഡ്, അതായത് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചത് ഈ പബ്ലിക് അഫയേഴ്സ് മേഖലയിലാണ്. ഇദ്ദേഹത്തിന്റെ സ്വദേശം കോട്ടയമാണ്. ഇദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. ഇദ്ദേഹം ആരായിരുന്നു? മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു. രാജീവ് ഗാന്ധി വധക്കേസിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി
അല്ലെ. അപ്പൊ രാജീവ് ഗാന്ധി വധക്കേസില് ഇദ്ദേഹം അധ്യക്ഷത വഹിച്ചു. ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കൂടി ലഭിച്ചിരുന്നു. 2007 പത്മഭൂഷൺ ലഭിച്ചിരുന്നു. അങ്ങനെ 2007 പത്മഭൂഷൺ ലഭിച്ച് പിന്നീട് 2026 പത്മവിഭൂഷൺ കൂടി ലഭിക്കുകയാണ്. ഇദ്ദേഹം സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ്. ഇദ്ദേഹത്തിന് പബ്ലിക് അഫയേഴ്സ് മേഖലയിലാണ് ഇദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത് അവാർഡ് ലഭിക്കുന്നത്, പത്മവിഭൂഷൺ എന്ന അവാർഡ് ലഭിക്കുന്നത്, ആ ഒരു ബഹുമതി ലഭിക്കുന്നത് അല്ലെ. അപ്പൊ ഇദ്ദേഹം എന്താണ്? KT തോമസ്, മേഖല പബ്ലിക് അഫയേഴ്സ്. ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രധാനമായി ഓർത്തു വെക്കുക. അടുത്തതാണ്. അപ്പൊ നമ്മൾ നോക്കൂ, നമ്മള് പത്മവിഭൂഷൺ പറഞ്ഞു. പത്മവിഭൂഷൺ 5 പേർക്ക് ലഭിച്ചു. അതിൽ 2 പേരെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി മൂന്നാമത്തെ ആളിലേക്ക് നമ്മൾ വരികയാണ്. P നാരായൺ. ആരാണ്? P നാരായണൻ. അപ്പൊ P നാരായണൻ നോക്കൂ, സാഹിത്യവും വിദ്യാഭ്യാസവും മേഖലയിലാണ് ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച മേഖല ഓർത്തിരിക്കണം. ഓരോ ആളുകളുടെയും അവർക്ക് ലഭിച്ച ആ അവാർഡ് ഏത് മേഖലയിലാണ് നൽകിയത് അല്ലെ. ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസവും സാഹിത്യവും അല്ലെ, സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന മേഖലയിലാണ്. എന്താണ്? സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന മേഖലയിലാണ് P നാരായണൻ എന്ത് ലഭിക്കുന്നത് പറയടാ. തീർച്ചയായും പത്മവിഭൂഷൺ ലഭിക്കുന്നത്. ഇദ്ദേഹം ഒരു ഇടുക്കി സ്വദേശം, ഇദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ്? ഇടുക്കിയാണ്. ഇദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. P നാരായണൻ എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകനും അതോടൊപ്പം തന്നെ എഴുത്തുകാരനുമായിരുന്നു. നമ്മുടെ ജന്മഭൂമി പത്രത്തിന്റെ സ്ഥാപകനും ചീഫ് എഡിറ്ററുമായിരുന്നു ഇദ്ദേഹം. ജന്മഭൂമി പത്രം അറിയില്ലടാ. അപ്പൊ ജന്മഭൂമി പത്രത്തിലെ സ്ഥാപകനും ചീഫ് എഡിറ്ററും ഒക്കെ ആയിരുന്നു. മാധ്യമപ്രവർത്തകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് എന്താണ് സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന മേഖലയിൽ പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കുന്നത് ഈ മേഖലയിലാണ്. അപ്പം മനസ്സിലായല്ലോ. അപ്പൊ മേഖല സാഹിത്യവും വിദ്യാഭ്യാസവും. P നാരായണൻ, അദ്ദേഹം ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു, അതിന്റെ സ്ഥാപകനൊക്കെ ആയിരുന്നു, മാധ്യമ പ്രവർത്തകനായിരുന്നു. ഓർത്തു വെക്കണേ. ഇനി അടുത്ത വ്യക്തിയാണ് പത്മവിഭൂഷൺ ലഭിച്ച 4ാമത്തെ വ്യക്തിയായിരുന്ന ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. ആരാണ്? ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. അദ്ദേഹം കേട്ടിട്ടല്ലേ? നമ്മുടെ വലിയൊരു നടനാണ് അദ്ദേഹം അല്ലെ. അപ്പം വലിയ നടനാണ്, ഇന്ത്യൻ നടനാണ് ഇദ്ദേഹം. അപ്പൊ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ഇദ്ദേഹം അല്ലെ. അപ്പൊ ഇദ്ദേഹത്തെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തായാലും. അപ്പൊ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ഇദ്ദേഹത്തിന് മേഖല ഏതാണ്? കലയാണ് അല്ലെ. ഇദ്ദേഹം നടനാണ്. അതുകൊണ്ട് തന്നെ കലാമേഖലയിലാണ് ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചത്. പഞ്ചാബ് സ്വദേശിയാണ്. ഇന്ത്യൻ നടന്, നിർമ്മാതാവ് അല്ലെ. ഇന്ത്യൻ നടനാണ്, നിർമ്മാതാവാണ്. 300-ൽ പരം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഇദ്ദേഹത്തിന്റെ ഏറ്റവും മേഖല കലയാണ്. നിങ്ങൾക്ക് അറിയാലോ, ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ഒരു നടനാണ്, ഹിന്ദി നടനാണ്. 300-ൽ പരം ഹിന്ദി സിനിമകളിലൊക്കെ അഭിനയിച്ച നടനാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഓർത്തു വെക്കുക. കുറച്ചു പേർക്കെങ്കിലൊക്കെ ഇദ്ദേഹത്തിനെ കണ്ടിട്ടൊക്കെ ഉണ്ട്, അതൊരു സംശയവും ഇല്ല. ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇദ്ദേഹത്തിന് പോയിന്റിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇദ്ദേഹം 15ാം ലോക്സഭാ അംഗമായിരുന്നു അല്ലെ. എന്താണ്? 15ാം ലോക്സഭാ അംഗമായിരുന്നു. ആര്? ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. 15ാം ലോക്സഭാ അംഗം. എവിടെയായിരുന്നു? ബിക്കാനീർ, രാജസ്ഥാൻ അല്ലെ. ബിക്കാനീർ മണ്ഡലത്തില് പ്രതിനിധീകരിച്ച് ഇദ്ദേഹം എന്താണ്? 15ാം ലോക്സഭാ അംഗമായിരുന്നു അല്ലെ. രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് ബിക്കാനീർ. അപ്പൊ ആ ബിക്കാനീർ മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ച് അദ്ദേഹം എന്താണ്? 15ാം ലോക്സഭാ അംഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് നിങ്ങൾ കുറച്ചൊന്ന് വീര്യം കൂട്ടി പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അദ്ദേഹം 15ാം ലോക്സഭാ അംഗമായിരുന്നു ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. ബിക്കാനീർ, രാജസ്ഥാൻ ബിക്കാനീർ മണ്ഡലമായിരുന്നു. ഇദ്ദേഹത്തിനും എന്താണ്? പത്മഭൂഷൺ ലഭിച്ചിരുന്നു അല്ലെ. പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു നമ്മുടെ KT തോമസിനും എന്താണ്? മുൻ സുപ്രീം കോടതി ജഡ്ജി KT തോമസിനും പത്മഭൂഷൺ ലഭിച്ചിരുന്നു. 2007-ലാണ്. ധർമ്മേന്ദ്ര സിംഗ് ഡിയോളിന് 2012-ൽ പത്മഭൂഷൺ ലഭിച്ചതാണ്. അങ്ങനെയാണ് 2026-ൽ പത്മവിഭൂഷൺ ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ എവിടെയാണ്? ഏത് മേഖലയാണ്? കലാമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം 15ാം ലോക്സഭാ നിയമ അംഗം കൂടിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, 15ാം ലോക്സഭാ അംഗമാണ്. അപ്പൊ അതില് ബിക്കാനീർ, രാജസ്ഥാൻ ബിക്കാനീറിൽ അത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് N രാജം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് N രാജം.
എൻ രാജം എന്ന് പറഞ്ഞാല് മേഖല കല തന്നെയാണ്. ആ കലാമേഖലയിൽ ഏത് മേഖലയിലാണ് എന്നുകൂടി നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. അതായത് എൻ രാജം കലാ മേഖലയാണ്. ഇത് വയലിനിസ്റ്റ് ആണ്. എൻ രാജം എന്ന് പറയുന്നത് ഒരു മികച്ച വയലിനിസ്റ്റ് ആണ്. തമിഴ്നാട് സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ആണ് അല്ലെ. അപ്പൊ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കില് എന്താണ് എൻ രാജം എന്ന് പറയുന്നത് ഏറ്റവും പ്രശസ്ത നേടിയ ഒരു വയലിനിസ്റ്റ് ആണ്. കലാമേഖലയിൽ പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ എൻ രാജം എന്ന് പറയുന്നത്. എൻ രാജത്തിന് പത്മശ്രീയും ലഭിച്ചിരുന്നു, പത്മഭൂഷണും ലഭിച്ചിരുന്നു. 2004 പത്മഭൂഷണും ലഭിച്ചു. അതിനു മുമ്പേ 1984 പത്മശ്രീ ലഭിച്ചിരുന്നു. അപ്പൊ സംഗീത നാടക അക്കാദമി അവാർഡ് 1990 ലഭിച്ചിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡ് 1990 നൽകിയിരുന്നു. അതാണ് എൻ രാജം, വയലിനിസ്റ്റ് ആണ്. ഈ പടം കാണുമ്പോഴേ അറിയാം, ആ ഉപകരണം കാണുമ്പോഴേ അറിയാം ഏത് മേഖല, കലാമേഖലയിൽ തന്നെ വയലിനിസ്റ്റ് ആണ് കേട്ടോ. അപ്പം കലാമേഖല എന്ന് മാത്രം ഓർത്തിരുന്നാൽ പോരാ, കാരണം ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ വരും, 2026 പത്മവിഭൂഷൺ ലഭിച്ച എൻ രാജം ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള, കലാമേഖലയിലെ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് വയലിനിസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. പ്രശസ്തയായിട്ടുള്ള ഒരു വയലിനിസ്റ്റ് ആണ് എൻ രാജം. അപ്പൊ നമ്മൾ എന്താണ് മുഴുവൻ പേരെയും പഠിച്ചു അല്ലെ. ഇപ്പൊ 1 2 3 4 5 പേരെയും നമ്മൾ പഠിച്ചു. അതായത് പത്മവിഭൂഷൺ ലഭിച്ച 5 പേരെയും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അത് സെറ്റ് അല്ലേ? ഞാൻ വേഗം ഒന്നുകൂടെ പറയണം. എടാ പത്മവിഭൂഷൺ ആണ് നമ്മളിപ്പം പറഞ്ഞത് അല്ലെ. അപ്പൊ നോക്കിയേ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. പത്മവിഭൂഷൺ നമ്മൾ പഠിച്ചു, 5 പേരെയും നമ്മൾ പഠിച്ചു. പത്മവിഭൂഷൺ. അപ്പൊ പത്മവിഭൂഷൺ നേടിയത് നോക്കൂ. പത്മവിഭൂഷൺ എത്ര പേർക്കാ ലഭിച്ചത്? 2026 പത്മവിഭൂഷൺ 5 പേർക്ക് ലഭിച്ചു. അതിൽ ഒന്നാമത്തെ ആളായിരുന്നു വി എസ് അച്യുതാനന്ദൻ അല്ലെ. ഇപ്പൊ വി എസ് അച്യുതാനന്ദന് കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി കൂടിയാണ്. അപ്പം മേഖല ഏതായിരുന്നു? പബ്ലിക് അഫയേഴ്സ്. രണ്ടാമത്തെ ആണ് കെ ടി തോമസ് അല്ലെ. ഇപ്പൊ കെ ടി തോമസ് എന്താണ്, മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. രാജീവ് ഗാന്ധി വധക്കേസിലേക്ക് അധ്യക്ഷത വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഇദ്ദേഹത്തിന് പബ്ലിക് അഫയേഴ്സ് മേഖലയിൽ 2026 പത്മഭൂഷൺ ലഭിച്ചിരുന്നു. പിന്നെ അടുത്ത് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ അല്ലെ. ധർമ്മേന്ദ്ര സിംഗ് ഡിയോള് അദ്ദേഹം എന്താണ്, കലാമേഖലയിൽ അദ്ദേഹത്തിന് എന്താണ്, മികച്ച ഹിന്ദി നടനാണ്. 300-ൽ പരം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ച മികച്ച നടനാണ്. കലാമേഖലയിൽ ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചിരുന്നു? പത്മവിഭൂഷൺ ലഭിച്ചിരുന്നു. പിന്നെ നമ്മുടെ പി നാരായണൻ അല്ലെ. നാരായണൻ ഒരു നമ്മുടെ എന്താണ്, മാധ്യമ പ്രവർത്തകനാണ്. ജന്മഭൂമി പത്രത്തിന്റെ സ്ഥാപകനും ചീഫ് എഡിറ്ററും ഒക്കെ ആയിരുന്നു. അപ്പൊ സാഹിത്യവും വിദ്യാഭ്യാസവും മേഖലയിൽ അദ്ദേഹത്തിന് എന്താണ്, പത്മവിഭൂഷൺ ലഭിച്ചിരുന്നു. പിന്നെ അഞ്ചാമത്തെ ആൾ ആരായിരുന്നു? അഞ്ചാമത്തെ ആളായിരുന്നു എൻ രാജം. ആരാണ്? എൻ രാജം കലാമേഖലയിൽ തന്നെ ഇതാണ് പ്രശസ്ത വയലിനിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. റെഡിയാണല്ലോ. അപ്പൊ നമ്മൾ പത്മവിഭൂഷൺ ലഭിച്ച 5 പേരും അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പോയിന്റുകളും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ അവാർഡ് കരസ്ഥമാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയും പഠിച്ചു. സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? പത്മഭൂഷണിലേക്ക് കിടക്കാം. പത്മഭൂഷൺ അവാർഡിലേക്ക്. അപ്പൊ പത്മവിഭൂഷൺ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്മവിഭൂഷൺ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്മഭൂഷൺ. അപ്പൊ പത്മഭൂഷൺ അവാർഡ് 2026 പത്മഭൂഷൺ ലഭിച്ചത് 13 പേർക്കാണ്. ആ 13 പേരില് 2 മലയാളികളുണ്ട്. റെഡിയാണല്ലോ. കൃത്യമായി കണക്ക് കിട്ടിയോ? കണക്ക് കൃത്യമായിട്ട് കിട്ടിയോ എന്ന് പറഞ്ഞേടാ. കണക്ക് കൃത്യമായിട്ട് കിട്ടിയോ എന്ന് പറഞ്ഞേ. എല്ലാവരും സെറ്റ് അല്ലേ? അതായത് 2026 പത്മഭൂഷൺ 13 പേർക്ക് ലഭിച്ചു. 13 പേരില് 2 മലയാളികളുണ്ട്. സെറ്റ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ഇത് ആരംഭിക്കാൻ പോവാണ്. നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അഭിമാനം അല്ലെ, നമ്മുടെ മമ്മൂട്ടി. അപ്പൊ മമ്മൂട്ടിയാണ് ആദ്യ വ്യക്തി എന്ന് പറയുന്നത്. അതായത് 2026 പത്മഭൂഷൺ ജേതാക്കളില് ആദ്യം നമ്മൾ പഠിക്കുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി പിന്നെ ഏത് മേഖലയാണെന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അതറിയാം. കലാമേഖലയില്
അദ്ദേഹത്തിന് എന്താണ് അവാർഡ് ലഭിച്ചു, പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു. മുഴുവൻ പേര് അത് പക്ഷെ എല്ലാവർക്കും അറിയാൻ വഴിയില്ല. മുഴുവൻ പേര് ഓർത്ത് വെച്ചോളൂ. മുഹമ്മദ് കുട്ടി പനപ്പറമ്പിൽ ഇസ്മായിൽ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. നമ്മൾ സ്നേഹത്തോടെ മമ്മൂക്ക എന്ന് വിളിക്കും അല്ലെ, നമ്മുടെ മമ്മൂക്ക. അതെ, അപ്പൊ എന്താണ് നോക്കൂ, മുഴുവൻ പേര് മുഹമ്മദ് കുട്ടി അല്ലെ, മുഹമ്മദ് കുട്ടി പനപ്പറമ്പിൽ എന്താണ് ഇസ്മായിൽ അല്ലെ, മുഹമ്മദ് കുട്ടി പനപ്പറമ്പിൽ ഇസ്മായിൽ എന്നാണ് മുഴുവൻ പേര്. അപ്പൊ മമ്മൂക്കയുടെ മുഴുവൻ പേര് എന്താണ് ഒക്കെ പഠിച്ചു വെക്കണം അല്ലെ, മമ്മൂക്കയുടെ മുഴുവൻ പേരൊക്കെ പഠിച്ചു വെക്കണം അല്ലെ. നമ്മുടെ പ്രിയപ്പെട്ട അല്ലെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട നടനാണ്, അതുകൊണ്ട് മുഴുവൻ പേരൊക്കെ പഠിച്ചു വെച്ചോളൂ. എന്താണ് മുഹമ്മദ് കുട്ടി പനപ്പറമ്പിൽ ഇസ്മായിൽ. അപ്പൊ ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 1998 കേരള പ്രഭ അവാർഡ്, 2022 കേരള പ്രഭ അവാർഡ് ലഭിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും ഓർത്തു വെക്കേണ്ടത്, ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് മമ്മൂക്കയ്ക്കാണ്. കാരണം നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അതിലെ ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയത് മമ്മൂക്കയാണ്. 7 തവണ എന്ത് ചെയ്തു? 7 തവണ മമ്മൂക്കയ്ക്ക് എന്താണ് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. അപ്പൊ നിങ്ങൾ കുറെ മോഹൻലാൽ ഫാൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ അവർ വിചാരിക്കും അയ്യോ ഞങ്ങളുടെ ലാലേട്ടൻ എന്താണ് അല്ലെ, ഇവിടെ ലാലേട്ടൻ തൊട്ട് താഴെയുണ്ട്. അതായത് രണ്ടാമത് ആരുണ്ട്? ലാലേട്ടൻ ഉണ്ട് അല്ലെ, രണ്ടാമത് ലാലേട്ടൻ ഉണ്ട്. രണ്ടാമത് അതായത് 6 തവണ ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു മോഹൻലാൽ അല്ലെ. അപ്പൊ എന്താണ് 6 തവണ എന്ത് ചെയ്തു? ലാലേട്ടൻ 6 തവണയാണ് അവാർഡ് ലഭിച്ചത്. മികച്ച നടനുള്ള അവാർഡ് 6 തവണ ലാലേട്ടന് ലഭിച്ചു. എത്ര തവണ മമ്മൂട്ടിക്ക് ലഭിച്ചത്? മമ്മൂക്കയ്ക്ക് ലഭിച്ചത് 7 തവണ ലഭിച്ചു. അതാണ് വ്യത്യാസം. അവർ തമ്മിൽ ചെറിയൊരു സംഖ്യയുടെ വ്യത്യാസമേ ഉള്ളൂ അല്ലെ. ഇനിയും പിന്നെ മറ്റൊരു കാര്യം കൂടി കൂടുതൽ ഓർത്തു വെച്ചോളൂ. ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ കരസ്ഥമാക്കിയ നടി, മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് ഉർവശിക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് ആർക്കാണ്? ഉർവശിക്കാണ്. അതിൽ സംശയമൊന്നുമില്ല. ഉർവശിക്കാണ് ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത്. ഉർവശി. അപ്പൊ ഉർവശിക്കാണ് ഏറ്റവും കൂടുതൽ തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. അപ്പൊ നോക്കൂ, നമ്മളിപ്പം പഠിക്കുന്നത് പത്മഭൂഷൺ ആണ്. പത്മഭൂഷൺ ലഭിച്ചത് ആദ്യ വ്യക്തി നമ്മൾ പഠിച്ചു മമ്മൂട്ടി കലാമേഖലയിൽ അദ്ദേഹത്തിന് എന്താണ് 2026 പത്മഭൂഷൺ ലഭിച്ചു. അടുത്തതാണ് നമ്മുടെ അടുത്ത വ്യക്തിയാണ് 2026 പത്മഭൂഷൺ ജേതാവ്. അടുത്താണ് വെള്ളാപ്പള്ളി നടേശൻ. രണ്ടാമത് നമ്മൾ പഠിക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇദ്ദേഹം ഏത് മേഖലയിലാണ്? പബ്ലിക് അഫയേഴ്സ് മേഖല അല്ലെ, ആലപ്പുഴ സ്വദേശമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ഇദ്ദേഹം വഹിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് എന്താണ് 2026 പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു. ഓർത്തു വെക്കുക കേട്ടോ. ഏത് മേഖലയാണ് എന്നുള്ള കാര്യമാണ് കൂടുതൽ നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതാണ് മക്കളെ ഭഗത് സിംഗ് ഘോഷിയാരി. ആരാണ് ഇദ്ദേഹം? ആരാണ്? ഇദ്ദേഹത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭഗത് സിംഗ് ഘോഷിയാരി ആണ്. അപ്പൊ ഭഗത് സിംഗ് ഘോഷിയാരി ചിലപ്പോൾ ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാകും, കേട്ടിട്ടുള്ളവരുണ്ടാകും. എന്തായാലും ഈ പേര് ആദ്യമായിട്ട് കേട്ടവരും ഇനിയും കേട്ടിട്ടുള്ളവരും നിങ്ങൾ ഓൾറെഡി കേൾക്കേണ്ടതാണ്. ഇത് PSC ആസ്പിരന്റ് ആകുമ്പോൾ ഓൾറെഡി കേൾക്കേണ്ടതാണ്. ഇനി കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ക്ലാസ് കണ്ട് നിങ്ങൾ അത് പഠിക്കണം. അപ്പൊ ഭഗത് സിംഗ് ഘോഷിയാരി പബ്ലിക് അഫയേഴ്സ് മേഖലയിലെ 2026 പത്മഭൂഷൺ ജേതാവാണ് ഇദ്ദേഹം കേട്ടോ. അപ്പൊ ഇദ്ദേഹം പബ്ലിക് അഫയേഴ്സ് മേഖലയാണ്. കാരണം ഇദ്ദേഹം മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഭഗത് സിംഗ് ഘോഷിയാരി. ഭഗത് സിംഗ് ഘോഷിയാരിയുടെ ഏതാണ്? ഭഗത് സിംഗ് ഘോഷിയാരി നോക്കൂ, ഭഗത് സിംഗ് ഘോഷിയാരി മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്താണ് മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. അപ്പൊ മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഭഗത് സിംഗ് ഘോഷിയാരിക്ക് പബ്ലിക് അഫയേഴ്സ് മേഖലയിൽ 2026 പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു.
ഇനി കൂട്ടത്തിൽ തന്നെ പഠിക്കേണ്ട അടുത്ത വ്യക്തിയാണ് നമ്മള് മമ്മൂട്ടി പഠിച്ചു, വെള്ളാപ്പള്ളി നടേശൻ പഠിച്ചു, ഭഗത് സിംഗ് കോശ്യാരി പഠിച്ചു. അടുത്ത ആളാണ് ആര്? ഷിബു സോറൻ. ഷിബു സോറൻ. ഷിബു സോറൻ. ഷിബു സോറൻ ഇദ്ദേഹവും പബ്ലിക് അഫയേഴ്സ് മേഖലയിൽ തന്നെയാണ് 2026 പത്മഭൂഷൺ അവാർഡ് നേടിയെടുത്തത്. പബ്ലിക് അഫയേഴ്സ് മേഖലയിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുക കേട്ടോ. മരണാനന്തര ബഹുമതിയായിരുന്നു ഷിബു സോറൻ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ ലഭിക്കുകയായിരുന്നു. ഇദ്ദേഹം മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ നമ്മൾ 2 മുഖ്യമന്ത്രിമാരെയാണ് പഠിച്ചത്. ഒന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പഠിച്ചു. അത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആരായിരുന്നു? ആര്? നമ്മുടെ ഭഗത് സിംഗ് കോശ്യാരി അല്ലെ? ഭഗത് സിംഗ് കോശ്യാരി ഉത്തരാഖണ്ഡ് ആയിരുന്നു. പിന്നെ മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്നു ആര്? ഷിബു സോറൻ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്നു ആര്? ഷിബു സോറൻ. ഷിബു സോറൻ. അപ്പൊ ഇവർ രണ്ടുപേരും എന്താണ്? പബ്ലിക് അഫയേഴ്സ് മേഖലയാണെന്ന് കൃത്യമായി ഓർത്തു വെക്കണം. ഇവർ രണ്ടുപേരും ഷിബു സോറനും അതോടൊപ്പം തന്നെ ഭഗത് സിംഗ് കോശ്യാരി. നോക്കൂ, ഷിബു സോറനും ഭഗത് സിംഗ് കോശ്യാരി രണ്ടുപേരും എന്താണ്? പബ്ലിക് അഫയേഴ്സ് മേഖലയാണ്. പബ്ലിക് അഫയേഴ്സ് മേഖലയാണ്. സെറ്റ് അല്ലേടാ? അടുത്തതാണ് അൽക്ക യാഗ്നിക്. അൽക്ക യാഗ്നിക്. യാഗ്നിക്. അപ്പൊ അൽക്ക യാഗ്നിക് കലാമേഖലയിലാണ് 2026 പത്മഭൂഷൺ ലഭിച്ചത്. കലാമേഖലയുമായി ബന്ധപ്പെട്ടാണ്. പശ്ചിമ ബംഗാൾ സ്വദേശി. ഇത് ഇന്ത്യൻ പിന്നണി ഗായികയാണ് നമ്മുടെ അൽക്ക യാഗ്നിക്. എന്താണ് അൽക്ക യാഗ്നിക് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇന്ത്യൻ പിന്നണി ഗായികയായിരുന്നു ആര്? അൽക്ക യാഗ്നിക്. അൽക്ക യാഗ്നിക്. അപ്പൊ അൽക്ക യാഗ്നിക് ആരായിരുന്നു? അൽക്ക യാഗ്നിക് ഇന്ത്യൻ പിന്നണി ഗായികയായിരുന്നു കേട്ടോ. ഇന്ത്യൻ പിന്നണി ഗായിക. ഇന്ത്യൻ പിന്നണി ഗായികയാണ്. പിന്നണി ഗായിക. അപ്പൊ അതുകൊണ്ട് തന്നെ കലാമേഖലയാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. കലാമേഖല. അപ്പം അൽക്ക യാഗ്നിക് പഠിച്ചല്ലോ. അപ്പൊ എത്ര പേരെ നമ്മൾ പഠിച്ചു? നമ്മൾ ആദ്യം മമ്മൂട്ടി പഠിച്ചു, പിന്നെ രണ്ടാമത് വെള്ളാപ്പള്ളി നടേശൻ പഠിച്ചു, പിന്നെ മൂന്നാമത് നമ്മുടെ ഭഗത് സിംഗ് കോശ്യാരി പഠിച്ചു, നാലാമത് നമ്മുടെ ഷിബു സോറൻ, അഞ്ചാമത് അൽക്ക യാഗ്നിക് പഠിച്ചു അല്ലെ? അഞ്ചാമത് അൽക്ക യാഗ്നിക് പഠിച്ചു. ഇനി അടുത്ത വ്യക്തിയിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് വിജയ് അമൃതരാജ് ആണ്. അറിയാവോ ഇദ്ദേഹത്തിനെ? വിജയ് അമൃതരാജ്. വിജയ് അമൃതരാജ് കായിക മേഖലയിലാണ്. അപ്പൊ കായിക മേഖലയിൽ അവാർഡ് ലഭിച്ചവരെ നിങ്ങൾ കൂടുതൽ ഊഴ്ന്നു കൊടുത്ത് പഠിക്കണം. ഈസി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ കായിക മേഖലയിലെ 2026 പത്മഭൂഷൺ നേടിയെടുത്ത ജേതാവായിട്ടുള്ള വ്യക്തിയാണ് ആരാണ്? വിജയ് അമൃതരാജ്. ആരാണ്? വിജയ് അമൃതരാജ്. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണെങ്കിലും നിലവിൽ ഇദ്ദേഹം അമേരിക്കൻ പൗരനാണ് കേട്ടോ. തമിഴ്നാട് സ്വദേശിയാണെങ്കിലും നിലവിൽ ഇദ്ദേഹം അമേരിക്കൻ പൗരനാണ്. ഇദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത് ടെന്നീസ് താരമാണ്. ഇന്ത്യൻ ടെന്നീസ് താരമാണ് കേട്ടോ. ടെന്നീസ് താരമാണ്. അതാണ് ഓർത്തു വെക്കേണ്ടത്. ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു 2026 പത്മഭൂഷൺ ജേതാവായിട്ടുള്ള വിജയ് അമൃതരാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വരുമ്പോൾ ഇന്ത്യൻ ടെന്നീസ് എന്നാണ് നിങ്ങൾ അവിടെ ഉത്തരം കൊടുക്കേണ്ടത്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ടെന്നീസ് താരമാണ്. ടെന്നീസ് എന്തെങ്കിലും ഓർത്തു വെക്കുക കേട്ടോ. ടെന്നീസ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ. ഇദ്ദേഹത്തിന് 2026 പത്മഭൂഷൺ ബഹുമതി നേടിയ ഏക കായിക താരം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. എന്താ വളരെ ഇമ്പോർട്ടന്റ്? 2026 പത്മഭൂഷൺ ബഹുമതി നേടിയ ഏക ഒരു കായിക താരമാണ് വിജയ് അമൃതരാജ്. അപ്പൊ അത് ഇദ്ദേഹത്തിന് നമ്മൾ ഓർത്തു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. അതായത് 2026 പത്മഭൂഷൺ ജേതാവായിട്ടുള്ള ഏക കായിക താരം. അതായത് 2026 പത്മഭൂഷൺ ലഭിച്ച ഒരേ ഒരു കായിക താരമാണ് ആര്? വിജയ് അമൃതരാജ്. ആരാണ്? വിജയ് അമൃതരാജ് ടെന്നീസ് താരമാണെന്ന് ഓർത്തു വെക്കുക. ടെന്നീസ് താരമാണ് നമ്മുടെ വിജയ് അമൃതരാജ്. ടെന്നീസ് താരമാണ്. 2026 നമ്മുടെ പത്മഭൂഷൺ അവാർഡ് നേടിയ ഏക കായിക താരം എന്ന് പറയുന്നത് ആരാണ്? ഈ വിജയ് അമൃതരാജ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമൃതരാജ്. അടുത്തതാണെങ്കിൽ ഉദയ് കൊടാക്. ഇദ്ദേഹത്തിനെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനും അതോടൊപ്പം തന്നെ MD-യും CEO-യും മുൻ MD-യും CEO-യും ഒക്കെ ആയിരുന്നു ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരാണ് ഉദയ് കൊടാക്. റെഡി ആണല്ലോ? ഉദയ് കൊടാക്.
സെറ്റ് അല്ലേ? വേഗം ഒന്ന് പറഞ്ഞേടാ. ഉദയ് കൊടാക്. ഉദയ് കൊടാക്. ഇദ്ദേഹത്തിന് ഏത് മേഖലയാണ്? വാണിജ്യവും വ്യവസായവും വാണിജ്യം വ്യവസായം എന്ന മേഖലയിൽ കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനും മുൻ MDയും സിഇഒയും ഒക്കെ ആയിരുന്നു കേട്ടോ. CEO ഒക്കെ ആയിരുന്നു. മുൻ MDയും അതോടൊപ്പം തന്നെ MD ആൻഡ് CEO ഒക്കെ ആയിരുന്നു ആര്? നമ്മുടെ ഉദയ് കൊടാക് എന്ന് പറയുന്ന ഈ വ്യക്തി. ഇദ്ദേഹത്തിന്റെ ആണ് ഇത് നമ്മുടെ കൊടാക് മഹീന്ദ്ര ബാങ്ക്. സെറ്റ് ആണല്ലോ? അപ്പൊ ഓർത്തു വെക്കണേ, ഉദയ് കൊടാക്. അപ്പൊ എന്താ, നമ്മൾ എല്ലാരെയും കഴിഞ്ഞു, എല്ലാരെയും നമ്മൾ പഠിച്ചു. അതായത് പത്മഭൂഷൺ ജേതാവായിട്ടുള്ള എല്ലാ ആളുകളെയും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സെറ്റ് ആക്കി പഠിച്ചു കഴിഞ്ഞു. റെഡി അല്ലേടാ? പത്മഭൂഷൺ ലഭിച്ച എല്ലാരെയും പഠിച്ചു. റെഡി അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? പത്മഭൂഷൺ ജേതാവായിട്ടുള്ള നമ്മൾ എല്ലാരെയും പഠിച്ചു. പത്മഭൂഷൺ ജേതാവായിട്ടുള്ള 13 പേര് ശരിക്കുണ്ട്. അതായത് 13 പേർക്ക് എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചു. പക്ഷെ നമ്മൾ ഈ 13 പേരെയും പഠിക്കുന്നില്ല. നമ്മൾ അതിൽ 13 പേരിൽ സെലക്റ്റീവ് ആയിട്ടുള്ള 7 പേരെയാണ് നമ്മൾ പഠിച്ചത്. സെലക്റ്റീവ് ആയിട്ടുള്ള 7 പേരെയാണ് നമ്മൾ 7 പേർ സെലക്റ്റീവ് ആയിട്ടുള്ള 7 പേരെ നമ്മൾ പഠിച്ചു. റെഡിയാണല്ലോ? എന്താ സാറേ 13 പേരെ പഠിക്കണ്ടേ? വേണ്ട. കാര്യം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ ചാൻസ് ഉള്ള 7 പേരെയാണ് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് പഠിപ്പിച്ചത്. അതിൽ നിന്ന് ചോദിക്കൂ 100% ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു സംശയം വേണ്ട, ഈ 7 പേരെ നിങ്ങൾ പഠിച്ചിരിക്കണം. അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യം ആരായിരുന്നു? മമ്മൂട്ടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പറയേണ്ട മേഖല കലയാണ്. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ മേഖല ഏതാണ്? ഏതാണ്? പബ്ലിക് അഫയേഴ്സ് മേഖലയാണ് അല്ലെ? പബ്ലിക് അഫയേഴ്സ് മേഖലയാണ്. ഓക്കെ. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ച ആരായിരുന്നു? വേഗം പറയൂ, ആരാണ്? ഭഗത് സിംഗ് ഘോഷിയാരി ആയിരുന്നു. ഭഗത് സിംഗ് ഘോഷിയാരി. ഇപ്പൊ ഇവരുടെ പേര് കാണുമ്പോൾ ഇവരുടെ മേഖല നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ടെന്ന് മാത്രം ഓർത്താൽ മതി. ഇദ്ദേഹം എന്താണ്? നമ്മുടെ പബ്ലിക് അഫയേഴ്സ് മേഖലയിൽ ഇദ്ദേഹം ഭഗത് സിംഗ് ഘോഷിയാരി. അതായത് കാരണം ഇതെന്താണ്? ഭഗത് സിംഗ് ഘോഷിയാരി. ഫുൾ നെയിം എഴുതിയേക്കാം. ഭഗത് സിംഗ് ഘോഷിയാരി. ഓക്കെ. അപ്പൊ ഇദ്ദേഹം മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്നു അല്ലെ? മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്നു. നാലാമത് നമ്മൾ പഠിച്ച പേരാണ് ഷിബു സോറൻ. ഇദ്ദേഹം മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം പബ്ലിക് അഫയേഴ്സ് മേഖലയിലാണ്. അഞ്ചാമതായിട്ട് നമ്മൾ പഠിച്ച പേരാണ് അൽക്ക യാഗ്നിക്. കലാമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അൽക്ക യാഗ്നിക് പിന്നണി ഗായികയായിരുന്നു. അടുത്ത ആറാമതായിട്ട് നമ്മൾ പഠിച്ച ആരായിരുന്നു? വേഗം പറഞ്ഞേടാ. ആറാമതായിട്ട് നമ്മൾ പഠിച്ച വിജയ് അമൃതരാജ് അല്ലെ? വിജയ് അമൃതരാജിനെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. വിജയ് അമൃതരാജ്. കാരണം വിജയ് അമൃതരാജ് എന്തായിരുന്നു? ഇന്ത്യൻ ടെന്നീസ് താരമാണ്. മാത്രമല്ല 2026 പത്മഭൂഷൺ ലഭിച്ച ഏക കായിക താരമായിരുന്നു വിജയ് അമൃതരാജ്. പിന്നെ ഏഴാമതായിട്ട് നമ്മൾ പഠിച്ച ആരെയായിരുന്നു? ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ആരായിരുന്നു? വേഗം പറഞ്ഞടാ. ഉദയ് കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകന്, മുൻ MD, CEO ഒക്കെ ആയിരുന്നു നമ്മുടെ ഉദയ് കൊടാക്. അപ്പൊ ഈ 7 പേരെ സെറ്റ് ആയോ എല്ലാവർക്കും? വേഗം ഒന്ന് പറഞ്ഞേടാ. നിങ്ങള് ഇവർക്ക് കിട്ടിയ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഇവർ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർക്ക് ഈ അവാർഡ് ലഭിച്ചത്, അതാ മെയിൻ ആയിട്ടുള്ള കാര്യം. ആ മേഖലയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. മേഖല മാത്രമാണ് സാധാരണ അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ കല എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ടെങ്കിൽ ആ കലയിൽ തന്നെ അവരെന്തായിരുന്നു അല്ലെ? അപ്പൊ അത് ചോദിക്കും. അങ്ങനെ ചോദിക്കും. ഇപ്പൊ കായികം തന്നെ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ? അതാണ് വിജയ് അമൃതരാജ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടെന്നീസ് താരമായിരുന്നു. അപ്പൊ ആ രീതി കൂടി നിങ്ങൾ പഠിക്കുക. അത്രയുമാണ് മെയിൻ ആയിട്ട്. അപ്പം മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, ഭഗത് സിംഗ് ഘോഷിയാരി, ഷിബു സോറൻ, അൽക്ക യാഗ്നിക്, വിജയ് അമൃതരാജ്, ഉദയ് കൊടാക്. ഇത്രയും പേര് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി പഠിച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പത്മശ്രീയിലേക്ക് പോട്ടെ. സെറ്റ് ആണെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞേടാ. അപ്പം പത്മശ്രീ പുരസ്കാരം 2026 113 പേർക്ക് എന്ത് ലഭിച്ചു? 113 പേർക്ക് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഇപ്പൊ ഈ 113 പേരെ ഇരുത്തി പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിൽ മലയാളികൾ 3 പേരുണ്ട്, 8 കായിക താരങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഇവരെയാണ് നമ്മൾ പഠിക്കുന്നത്. 3 മലയാളികളെയും നമ്മൾ പഠിക്കും, അതോടൊപ്പം തന്നെ 8 കായിക താരങ്ങളെയും നമ്മൾ പഠിക്കും.
അപ്പൊ ഇത്രയും പേരെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 3 മലയാളികളുമുണ്ട്, 8 കായിക താരവുമുണ്ട്. അവരെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും ഏത് ഈ പത്മശ്രീ പുരസ്കാരത്തിൽ. അപ്പൊ നമുക്ക് പത്മശ്രീ പുരസ്കാരത്തിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു ഫയർ ഇമോജി ഇട്ടൊന്ന് പറഞ്ഞേടാ. ഒരു ഫയർ ഇമോജി കമന്റ് ചെയ്യണേ. ഒരു ഫയർ ഇമോജി കമന്റ് ചെയ്യണം. ഇത്രയും സെറ്റ് ആണെങ്കിൽ ഒരു ഫയർ ഇമോജി കമന്റ് ചെയ്യണം. നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. അപ്പൊ പത്മശ്രീ പുരസ്കാരം, അതായത് 2026 പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തി എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന വ്യക്തി A.E. മുത്തുനായകമാണ്. A.E. മുത്തുനായകം. അപ്പൊ A.E. മുത്തുനായകം എന്ന് പറഞ്ഞാൽ ശാസ്ത്രവും എഞ്ചിനീയറിംഗും മേഖലയിലാണ് ഇദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? പത്മശ്രീ അവാർഡ് കിട്ടുന്നത്. ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുന്നത് 2026 പത്മശ്രീ കിട്ടുന്നത് ഏത് മേഖലയിലാണ്? ശാസ്ത്രവും എഞ്ചിനീയറിംഗും എന്ന മേഖലയിൽ. ശാസ്ത്രവും എഞ്ചിനീയറിംഗും എന്ന മേഖലയിലാണ് ഇദ്ദേഹത്തിന് 2026 പത്മശ്രീ പുരസ്കാരം കിട്ടുന്നത്. ശാസ്ത്രവും എഞ്ചിനീയറിംഗും. കാരണം എന്താണ്? ഇദ്ദേഹം മുൻ ISRO ശാസ്ത്രജ്ഞനാണ്. എന്താണ്? അതാണ് ഇദ്ദേഹം മുൻ ISRO ശാസ്ത്രജ്ഞനാണ്. അപ്പൊ A.E. മുത്തുനായകം ഏത് മേഖലയാണ്? ശാസ്ത്രവും എഞ്ചിനീയറിംഗും. അദ്ദേഹം ISRO മുൻ ശാസ്ത്രജ്ഞനാണ്. എന്താണ്? മുൻ ISRO ശാസ്ത്രജ്ഞൻ. കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മേഖലയും അദ്ദേഹം ഏത് പോസ്റ്റ് അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. മുൻ ISRO ശാസ്ത്രജ്ഞൻ. അതോടൊപ്പം തന്നെ ഈ കൂട്ടത്തിൽ തന്നെ ISROയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട, PSC ആസ്പിറൻസ് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇത്. നിലവിൽ ISRO ചെയർമാൻ എന്ന് പറയുന്നത് V. നാരായണനാണ് കേട്ടോ. V. നാരായണൻ ഇപ്പൊ നിലവിലുള്ള ISRO ചെയർമാൻ ആണ്. ആരെന്ന് പറയുന്നത്? V. നാരായണൻ. അദ്ദേഹം കന്യാകുമാരി സ്വദേശിയാണ്. 11ാമത് ISRO ചെയർമാൻ ആണ് അദ്ദേഹം കേട്ടോ. ISRO ചെയർമാൻ 11ാമത് ISRO ചെയർമാൻ ആയിരുന്നു ആര്? നമ്മുടെ V. നാരായണൻ. അപ്പൊ അത് മറക്കല്ലോ കേട്ടോ. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. നിലവിലുള്ള ISRO ചെയർമാൻ ആരാണ്? അപ്പൊ 11ാമത് ISRO ചെയർമാൻ ആണ് V. നാരായണൻ. അപ്പോ A.E. മുത്തുനായകത്തിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആണല്ലോ. അങ്ങനെ അടുത്ത വ്യക്തിയിലേക്ക് പോവാം. യെസ്, അടുത്തതാണ് കലാമണ്ഡലം വിമല മേനോൻ. എന്താണ്? കലാമണ്ഡലം വിമല മേനോൻ. കലാമണ്ഡലം എന്ന് കാണുമ്പോഴേ മേഖല ഏതാണ്? കലാമേഖലയാണ് അല്ലെ? ഓക്കെ, അപ്പൊ നോക്കടാ. കലാമണ്ഡലം വിമല മേനോന് കലാമേഖലയുമായി ബന്ധപ്പെട്ട കലയിൽ തന്നെ മോഹിനിയാട്ട നൃത്തകലയാണ് അല്ലെ. മോഹിനിയാട്ട കലാകാരിയാണ് നമ്മുടെ കലാമണ്ഡലം വിമല മേനോൻ. തൃശൂർ സ്വദേശിയാണ്. കേരള നാട്യ അക്കാദമിയുടെ, തിരുവനന്തപുരത്തുള്ള കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകയും ഡയറക്ടറുമാണ് കലാമണ്ഡലം വിമല മേനോൻ കേട്ടോ. അപ്പൊ കേരള നാട്യ അക്കാദമി, തിരുവനന്തപുരത്തുള്ള കേരള നാട്യ അക്കാദമിയുടെ എന്താണ്? സ്ഥാപകയും ഡയറക്ടറും കലാമണ്ഡലം വിമല മേനോനാണ്. 2024 കേരള സർക്കാർ കേരളശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അപ്പൊ കേരളശ്രീ പുരസ്കാരവും കലാമണ്ഡലം വിമല മേനോന് ലഭിച്ചു കേട്ടോ. കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓർത്തു വെക്കണേ. അപ്പൊ കലാമണ്ഡലം വിമല മേനോൻ കലാമേഖലയിൽ തന്നെ ഏത് നൃത്തകലയാണ്? മോഹിനിയാട്ട നൃത്തകലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. മോഹിനിയാട്ട കലാകാരിയാണ്. മോഹിനിയാട്ട നൃത്തകലയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അത് നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെ 2026 കലാമണ്ഡലം വിമല മേനോൻ എന്ത് ലഭിച്ചു? മോഹിനിയാട്ട നൃത്തകലയുമായിട്ട് ബന്ധപ്പെട്ട് പത്മശ്രീ ലഭിച്ചു. അടുത്തതാണ് കൊല്ലക്കയിൽ ദേവകി അമ്മ. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കൊല്ലക്കയിൽ ദേവകി അമ്മ. ആലപ്പുഴയാണ്. ആലപ്പുഴ മുതുകുളം സ്വദേശിയാണ്. മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ? സാമൂഹ്യ സേവനം. അതായത് കൊല്ലക്കയിൽ ദേവകി അമ്മ ചെയ്തത് എന്താണ്? 4.5 ഏക്കറിൽ വനം എന്ത് ചെയ്തു? 4.5 ഏക്കറിൽ വനം വികസിപ്പിച്ചു. 4.5 ഏക്കറിൽ വനം വികസിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ സാമൂഹ്യ സേവന മേഖലയിൽ കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്ക് എന്ത് ലഭിച്ചു? അവാർഡ് ലഭിച്ചു. പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അപ്പൊ നമ്മൾ ആദ്യം A.E. മുത്തുനായകം പഠിച്ചു. രണ്ടാമത് കലാമണ്ഡലം വിമല മേനോന്. മൂന്നാമതായിട്ട് നമ്മൾ കൊല്ലക്കയിൽ ദേവകി അമ്മ നമ്മൾ പഠിച്ചു. കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്ക് സാമൂഹ്യ സേവനത്തിനാണ്
സാമൂഹിക സേവനത്തിനാണ് അവാർഡ് ലഭിച്ചത്. റെഡിയാണല്ലോ. അപ്പൊ അടുത്തതാണ് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവരുടെ ഫാനൊക്കെ ആയിരിക്കും നിങ്ങൾ. ഓക്കെ, രോഹിത് ശർമ്മ അല്ലെ. രോഹിത് ശർമ്മ പേര് കാണിക്കണ്ട, ഫോട്ടോ കാണിച്ചാൽ മാത്രം മതിയാവും, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും അല്ലെ. അപ്പൊ രോഹിത് ശർമ്മ ഏത് മേഖലയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കായിക മേഖലയിൽ തന്നെ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട ക്രിക്കറ്റ് അല്ലെ. ഇപ്പൊ സ്വദേശം മഹാരാഷ്ട്രയാണ്, അതെല്ലാവർക്കും അറിയണമെന്നില്ല, മഹാരാഷ്ട്രയാണ് സ്വദേശം. അപ്പൊ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് രോഹിത് ശർമ്മ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു നമ്മുടെ രോഹിത് ശർമ്മ അല്ലെ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ് രോഹിത് ശർമ്മ. അപ്പൊ രോഹിത് ശർമ്മയ്ക്ക് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു. അപ്പൊ രോഹിത് ശർമ്മ മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആണ്. അപ്പം എന്താണ്, കായികം ക്രിക്കറ്റ് താരമാണ്. ഇനിയിപ്പോ രണ്ടുപേരെ കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം, ശുംഭൻ ഗില്ലും അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവും. ആരാണ് ഇവര്? ആരാണ് ഗിൽ? ആരാണ്? ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണ്. ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണ്. ഇവിടെ എഴുതാവേ, ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ. ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ. അപ്പൊ ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണ് ശുംമാൻ ഗിൽ അല്ലെ. കറക്റ്റ് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ നമുക്കറിയില്ല, എന്നാലും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ, ശുംമാൻ ഗിൽ അല്ലെ. അടുത്ത സൂര്യകുമാർ യാദവ്, അറിയാമല്ലോ, സൂര്യകുമാർ യാദവിനെ ഓർത്തു വെക്കണം. ആരാണ് സൂര്യകുമാർ യാദവ്? 2020 ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണ് കേട്ടോ, 2020 ക്രിക്കറ്റ് ക്യാപ്റ്റൻ. ഇവരും ചോദിക്കാറുണ്ട്, നിലവിലത്തെ കാര്യങ്ങളായതുകൊണ്ട് ഒന്ന് ഓർത്തു വെച്ചോ. സൂര്യകുമാർ യാദവ് 2020 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ്. നമ്മുടെ ശുംമാൻ ഗിൽ എന്ന് പറയുന്നത് എന്താണ്, ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ കൂടിയാണ് കേട്ടോ. ഓക്കെ, ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ. ഇനി അടുത്തത് എന്താണ്, രോഹിത് ശർമ്മയ്ക്ക് പത്മശ്രീ കൊടുത്തപ്പോൾ നമുക്ക് എന്താണ്, ഹർമൻ പ്രീത് കൗറിനെ മറക്കാൻ കഴിയില്ല. ഹർമൻ പ്രീത് കൗർ എന്താണ്, ക്രിക്കറ്റുമായിട്ട് കായിക ഇനം ക്രിക്കറ്റ് കായിക താരമാണ്. വനിതാ ടീം ക്യാപ്റ്റൻ കൂടിയാണ്, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ്, അറിയാമല്ലോ, ഹർമൻ പ്രീത് കൗർ. എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്, ന്യൂസ് പേപ്പറിലൊക്കെ എപ്പോഴും കാണുന്നതാണ് ഹർമൻ പ്രീത് കൗർ. അപ്പൊ ഹർമൻ പ്രീത് കൗർ. ഇനിയും ഇത് പിന്നെ അറിയാത്തവരും എന്താണ് പഠിച്ചോ, പേര് ഫുൾ ആയിട്ട് ചിലപ്പോൾ ഹർമൻ പ്രീത് കൗർ എന്ന ഫുൾ പേരൊന്നും അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും. എല്ലാവർക്കും അറിയാമെന്നുള്ള വാശി നമ്മൾ വെക്കരുതല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കുക, അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. മിക്ക എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ ഹർമൻ പ്രീത് കൗർ മുന്നല്ല, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ്. വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കേട്ടോ, അങ്ങനെ ഓർത്തോളൂ, വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ്. 2026 എന്താണ്, പത്മശ്രീ ലഭിച്ചു. മേഖല കായികം ക്രിക്കറ്റ്. പഞ്ചാബ് സ്വദേശിയാണ്. അർജുന അവാർഡ് 2017 അർജുന അവാർഡ് ജേതാവാണ്. 2017 അർജുന അവാർഡ് ജേതാവാണ് ഹർമൻ പ്രീത് കൗർ. സെറ്റല്ലേടാ, ഹർമൻ പ്രീത് കൗർ. അപ്പൊ നമ്മൾ ആരെയൊക്കെ പഠിച്ചു, ഒന്ന് മെമ്മറൈസ് ചെയ്ത്. ആദ്യം നമ്മൾ പത്മശ്രീയുടെ ആരാ പറഞ്ഞത്, എ മുത്തുനായകം പഠിച്ചു. രണ്ടാമത് നമ്മൾ മോഹിനിയാട്ട കലാകാരിയായിട്ടുള്ള കലാമണ്ഡലം വിമല മേനോൻ പഠിച്ചു. മൂന്നാമത് കൊല്ലക്കേൽ ദേവകി അമ്മ. നാലാമത് രോഹിത് ശർമ്മ. അഞ്ചാമത് വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹർമൻ പ്രീത് കൗർ പഠിച്ചു. റെഡിയാണല്ലോ, 5 പേരെ നമ്മളിപ്പോ പഠിച്ചു, ഓർത്തോണം കേട്ടോ. 5 പേരെ പഠിച്ചു. റെഡി ആണെങ്കിൽ ഒരു ഫയർ ഇട്ടടാ. 5 പേരെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തതാണ് മക്കളെ നമ്മുടെ സവിത പൂനിയാണ്. അപ്പൊ സവിത പൂനിയ കേട്ടോ, കൃത്യമായിട്ട് പേര് പഠിച്ചേടാ. സവിത പൂനിയ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സവിത പൂനിയ എന്ന് പറയുന്നത് മേഖല കായികം തന്നെയാണ്, കായികമാണ്. കായിക മേഖലയിൽ തന്നെ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഗോൾ കീപ്പർ ആണ് സവിത പൂനിയ. ഹോക്കി ടീം ഗോൾ കീപ്പർ. ഹോക്കി ടീം ഗോൾ കീപ്പർ. അപ്പം ക്രിക്കറ്റ് മേഖലയിലെ 2 പേരെ പഠിച്ചു. അതിനുശേഷം ഒരു ഹോക്കി താരം. ക്രിക്കറ്റിലെ 2 പേരെ പഠിച്ചു. അതിനുശേഷം ഒരു ഹോക്കി താരമാണ് സവിത പൂനിയ. ഹോക്കി ഗോൾ കീപ്പർ ആണ് കേട്ടോ, ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ ആണ്, ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഗോൾ കീപ്പർ.
കേട്ടോ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഗോൾ കീപ്പർ, ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഗോൾ കീപ്പർ ആണ്. അർജുന അവാർഡ് 2018 ഓക്കെ. ഇപ്പൊ 2017 അർജുന അവാർഡ് നമ്മുടെ ഹർമൻപ്രീത് കൗർ ലഭിച്ചു. 2018 അർജുന അവാർഡ് ആർക്ക് ലഭിച്ചു? സവിത പൂനെക്ക് ലഭിച്ചു. കായിക മേഖലയാണ്. ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി ടീം, ഇന്ത്യൻ വനിതാ ഹോക്കി ടീമുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇത് രണ്ടുപേരെ നിങ്ങൾ സെറ്റ് ആയല്ലോ. അപ്പൊ ഓക്കെ, റെഡി. അടുത്ത ആളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രവീൺ കുമാർ. അപ്പൊ ആരാ പ്രവീൺ കുമാർ? കായികമാണ്, മേഖല കായിക തന്നെയാണ് അല്ലെ. അപ്പൊ കായിക മേഖലയിലെ ഏത് ഇനം? പാരാ ഹൈജമ്പ്, പാരാ ഹൈജമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു കായിക താരമാണ് നമ്മുടെ പ്രവീൺ കുമാർ. ഉത്തർപ്രദേശ് ആണ് സ്വദേശം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി കൂടിയാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്. ആരാണ്? നമ്മുടെ പ്രവീൺ കുമാർ. ആരാണ്? പ്രവീൺ കുമാർ, പാരാ ഹൈജമ്പ് കേട്ടോ. പ്രവീൺ കുമാറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ 2 പോയിന്റ് ഓർത്തിരിക്കുക. ഒന്ന് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട 2 പോയിന്റുകളാണ്. ഒന്ന് കായിക മേഖല, കായിക മേഖലയിൽ തന്നെ ഏത് ഇനമാണ്? പാരാ ഹൈജമ്പ്, പാരാ ഹൈജമ്പ്. നോക്കിക്കേ പാരാ ഹൈജമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ്? പാരാ ഹൈജമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാരാ ഹൈജമ്പ്, സെറ്റ് അല്ലേ? ഹൈജമ്പ്. അപ്പൊ ഓർത്തിരിക്കണേ, 2 പോയിന്റ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. പ്രവീൺ കുമാർ. അപ്പൊ നമ്മളെ പാരയൊക്കെ പഠിച്ചു, ഓർത്തെടുത്തേ. പത്മശ്രീ ലഭിച്ച ആദ്യം നമ്മൾ പഠിച്ചത് AE മുത്തുനായകം, രണ്ടാമത് നമ്മൾ പഠിച്ചു കലാമണ്ഡലം വിമല മേനോൻ, മൂന്നാമത് നമ്മൾ പഠിച്ചു കൊല്ലക്കയിൽ ദേവകി അമ്മ, നാലാമത് രോഹിത് ശർമ്മ, അഞ്ചാമത് നമ്മുടെ ഹർമൻപ്രീത് കൗർ, ആറാമത് സവിത പൂനിയ ഹോക്കി ഗോൾ കീപ്പർ, വനിതാ ഹോക്കി ടീം, ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഗോൾ കീപ്പർ, 7 പ്രവീൺ കുമാർ നമ്മൾ പഠിച്ചു. ഏഴാമത് നമ്മൾ ആരെ പഠിച്ചത്? പ്രവീൺ കുമാറിനെ പഠിച്ചു. പ്രവീൺ കുമാർ സെറ്റ്. പ്രവീൺ കുമാർ പാരാ ഹൈജമ്പുമായിട്ട് ബന്ധപ്പെട്ടു കേട്ടോ. പാരാ ഹൈജമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവീൺ കുമാർ. പാരാ ഹൈജമ്പ്. അടുത്ത നോക്കടാ, ഇതാണ് ഭഗവാൻ ദാസ് റായ്ക്കർ. ചിലപ്പം പേര് ഒന്ന് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഭഗവാൻ ദാസ് റായ്ക്വാർ. ഇദ്ദേഹം കായിക മേഖലയിൽ തന്നെയാണ്. മധ്യപ്രദേശ് സ്വദേശിയാണ്. മേഖല കായികമാണ്. ബുദ്ദേലി ആയോധന കല, അതൊരു പ്രത്യേകതരം ആയോധന കലയാണ് ബുദ്ദേലി. പിന്നെ നിങ്ങൾ അതിന് ഗൂഗിളിലൊക്കെ അതിന്റെ ഇമേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ബുദ്ദേലി എന്നാണ് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ ബുദ്ദേലി ആയോധന കല കേട്ടിട്ടില്ലല്ലോ എന്നുള്ളവർക്ക് ഗൂഗിളിലൊക്കെ അയച്ചു കൊടുത്താൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ കിട്ടും. അപ്പൊ എന്തായാലും ഭഗവാൻ ദാസ് റായ്ക്വാർ എന്ന് പറയുന്നത് ഈ ബുദ്ദേലി ആയോധന കലയുമായിട്ട് ബന്ധപ്പെട്ട് 2026 പത്മശ്രീ ലഭിച്ച ഒരു കായിക താരമാണ് ഭഗവാൻ ദാസ് റായ്ക്കർ. ബുദ്ദേലി ആയോധന കല. മേഖല ഏതാണ്? കായികം. കായികത്തിലെ തന്നെ ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ദേലി ആയോധന കല. മധ്യപ്രദേശ് സ്വദേശിയാണ്. ഇപ്പൊ ബുദ്ദേലി ആയോധന കലയാണ് ആര്? ഭഗവാൻ ദാസ് റായ്ക്വാർ. അടുത്ത നോക്ക്, കെ പജനിവേൽ. ആരാണ്? കെ പജനിവേൽ എന്ന് പറയുന്നത് കായിക മേഖലയാണ്. കായിക മേഖലയില് പരമ്പരാഗത ആയോധന കലയായ സിലംബം വിദഗ്ധനാണ്. പുതുച്ചേരി സ്വദേശിയാണ് കേട്ടോ. പുതുച്ചേരി സ്വദേശി. അപ്പൊ സിലംബം വിദഗ്ധൻ. അത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പ് ഇങ്ങനെ വെച്ച്, കമ്പ് കൊണ്ടുള്ള ഒരു പരിപാടി. നമ്മൾ പാണ്ടിപ്പട സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കമ്പ് വെച്ചുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതാണ് സിലംബം എന്ന് പറയുന്നത്. അപ്പൊ ആ സിലംബം വിദഗ്ധനാണ്. പരമ്പരാഗത ആയോധന കലയായിട്ടുള്ള സിലംബം വിദഗ്ധനാണ് പുതുച്ചേരി സ്വദേശിയായിട്ടുള്ള നമ്മുടെ കെ പജനിവേൽ. അപ്പൊ നമ്മളിപ്പോ ആരെയൊക്കെ നമ്മൾ പഠിച്ചു? വേഗം പറഞ്ഞേടാ. നമ്മൾ പഠിച്ചു AE
ആരായിരുന്നു? AE മുത്തുനായകം. AE മുത്തുനായകം നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ AE മുത്തുനായകം കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ കലാമണ്ഡലം വിമല മേനോന്, മൂന്നാമത് നമ്മുടെ കൊല്ലക്കയിൽ ദേവകി അമ്മ, നാലാമത് രോഹിത് ശർമ്മ, അഞ്ചാമത് ആരാ നമ്മൾ പഠിച്ചത്? അഞ്ചാമത് പഠിച്ച ഹർമൻപ്രീത് കൗർ അല്ലെ. ആറാമത് നമ്മൾ സവിത പൂനിയ ഹോക്കി ഗോൾ കീപ്പർ ആണെന്ന് പഠിച്ചു. ഏഴാമത് നമ്മൾ പ്രവീൺ കുമാർ പഠിച്ചു. എട്ടാമത് നമ്മൾ എന്താണ്? ഭഗവാൻ ദാസ് റായ്ക്കർ പഠിച്ചു. ഒമ്പതാമത് നമ്മൾ K പജനിവേൽ പഠിച്ചു. സെറ്റ് അല്ലേ? റെഡി. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആര്? ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് ആരാണ്? ബൽദേവ് സിംഗ് ഇദ്ദേഹമാണ് കേട്ടോ. ഇദ്ദേഹമാണ് ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് എന്ന് പറഞ്ഞാല് ബൽദേവ് സിംഗ് കായികത്തില് തന്നെ മുൻ ഹോക്കി പരിശീലകനാണ്. നമ്മുടെ സവിത പൂനിയാണ് നമ്മൾ മുമ്പ് ഹോക്കി ഗോൾ കീപ്പർ എന്ന് പഠിച്ചു. സവിത പൂനിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഗോൾ കീപ്പർ സവിത പൂനിയെ നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് എന്ന് പറഞ്ഞാല് ഹോക്കി പരിശീലകനാണ് കേട്ടോ. കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോക്കി പരിശീലകനാണ് ബൽദേവ് സിംഗ്. ഹോക്കി പരിശീലകനാണ് ആര്? ബൽദേവ് സിംഗ് എന്ന് പറയുന്നത് ഹോക്കി പരിശീലകനാണ്. ആരാണ്? ഹോക്കി പരിശീലകനാണ് ആര്? ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് പേര് പഠിച്ചോ? പേരും ഫോട്ടോയും ഒക്കെ നോക്കി വെച്ചോ. ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് എന്ന് പറഞ്ഞാൽ ഹോക്കി പരിശീലകനാണ്. ആരാണ്? ഹോക്കി പരിശീലകനാണ് ബൽദേവ് സിംഗ്. അടുത്തത് നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്ന ആളാണ് മക്കളെ. പേര് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വിദേശി അല്ലെ, വിദേശകരിൽ നമ്മൾ പഠിക്കുന്നതാണ്. വ്ളാഡിമിർ മെസ്റ്റിവിരിഷ്ലി. ആരാണ്? വ്ളാഡിമിർ മെസ്റ്റിവിരിഷ്ലി. ഇത്രയും ഇംഗ്ലീഷ് തന്ന് ഇത്രയും മലയാളം തന്നതിന്റെ കാര്യം പേര് പഠിക്കാൻ എളുപ്പത്തിലാണ്. അപ്പൊ വ്ളാഡിമിർ മെസ്റ്റിവിരിഷ്ലി. വ്ളാഡിമിർ മെസ്റ്റിവിരിഷ്ലി. ഇത് മരണാനന്തര ബഹുമതിയായിട്ടാണ് വ്ളാഡിമിർ മെസ്റ്റിവിരിഷ്ലിക്ക് നൽകുന്നത്. അദ്ദേഹത്തിന്റെ മേഖല വരുന്നത് എന്താണ്? ഗുസ്തി പരിശീലകനാണ് അദ്ദേഹം കേട്ടോ. ഗുസ്തി പരിശീലകനാണ്. പത്മശ്രീ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശ പരിശീലകൻ. ഇന്ത്യൻ ഗുസ്തി താരങ്ങളെ പരിശീലിപ്പിച്ചു. അപ്പൊ നോക്കൂ, നമ്മുടെ പത്മശ്രീ നേടുന്ന ആദ്യ വിദേശ പരിശീലകനാണ് കേട്ടോ. പത്മശ്രീ പുരസ്കാരം, അതാണ് മെയിൻ പോയിന്റ്. പത്മശ്രീ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശ പരിശീലകൻ. പത്മശ്രീ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശ പരിശീലകനാണ് വ്ളാഡിമിർ മെസ്റ്റിവിരിഷ്ലി. ജോർജിയ സ്വദേശിയാണ്. ഇദ്ദേഹം എന്താണ്? ഗുസ്തി പരിശീലകനാണ് കേട്ടോ. ഗുസ്തി പരിശീലകൻ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഞാൻ താങ്ക് യു പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒന്ന് റിവിഷൻ ചെയ്യിപ്പിക്കാം. പത്മശ്രീ നമ്മൾ പഠിച്ചു. എത്ര പേരെയാണ് പഠിച്ചത്? പത്മശ്രീയുടെ കേസിൽ നമുക്ക് ആദ്യം മുതൽ നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ആരായിരുന്നു? AE മുത്തുനായകം അല്ലെ. ശാസ്ത്രവും എഞ്ചിനീയറിംഗും മേഖലയിലാണ് അദ്ദേഹം. മുൻ ISRO ശാസ്ത്രജ്ഞനായിരുന്നു. രണ്ടാമത് നമ്മൾ കലാമണ്ഡലം വിമല മേനോൻ ആണ് പഠിച്ചത്. മോഹിനിയാട്ടം കലാ മേഖലയായിരുന്നു. മൂന്നാമത് നമ്മൾ പഠിച്ചത് കൊല്ലക്കയിൽ ദേവകി അമ്മ അല്ലെ. അപ്പം സാമൂഹ്യ സേവനത്തിനാണ് പത്മശ്രീ നൽകിയത്. പിന്നെ നാലാമത് നമ്മൾ പഠിച്ച ആരായിരുന്നു? നാലാമത് നമ്മൾ പഠിച്ചത് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ്. അഞ്ചാമത് നമ്മൾ പഠിച്ച ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ ആണ്, വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ്. പിന്നെ ആറാമത് നമ്മൾ പഠിച്ച എന്താണ്? സവിത പൂനിയ ആരായിരുന്നു? നമ്മുടെ ഹോക്കി വനിതാ അല്ലെ, ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഗോൾ കീപ്പർ ആണ്. പിന്നെ ഏഴാമത് നമ്മൾ പഠിച്ച ആരായിരുന്നു? സവിത പൂനിയയ്ക്ക് ശേഷം ആരായിരുന്നു നമ്മൾ പഠിച്ചത്? പ്രവീൺ കുമാർ ആണല്ലേ. പ്രവീൺ കുമാർ പാരാ ഹൈ ജമ്പിന് പത്മശ്രീ ലഭിച്ച പ്രവീൺ കുമാർ ആണ്. പിന്നെ എട്ടാമത് നമ്മൾ പഠിച്ച ആരായിരുന്നു? എട്ടാമത് പഠിച്ചത് ഭഗവാൻ സിംഗ് റായ്ക്കർ അല്ലെ. ആയിരുന്നു. അപ്പം അദ്ദേഹം എന്താണ്? ബുദ്ദേലി ആയോധന കലയിലായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നെ ഒമ്പതാമത് നമ്മൾ പഠിച്ച ആരായിരുന്നു? ഒമ്പതാമത് നമ്മൾ പഠിച്ചത് K പജനിവേൽ അല്ലെ. സിലംബം വിദഗ്ധനായിട്ടുള്ള K പജനിവേൽ. പിന്നെ പത്താമത് നമ്മൾ പഠിച്ച ആരായിരുന്നു? പത്താമത് പഠിച്ചത് ബൽദേവ് സിംഗ് ആയിരുന്നു. ബൽദേവ് സിംഗ് ആരായിരുന്നു? വേഗം പറഞ്ഞോളൂ. ഹോക്കി പരിശീലകനായിരുന്നു. മുൻ ഹോക്കി പരിശീലകൻ ബൽദേവ് സിംഗ്. 11ാമത് പഠിച്ചത് വ്ളാഡിമിർ മെസ്റ്റിവിരിഷ്ലി, ഗുസ്തി പരിശീലകൻ. അദ്ദേഹം നമ്മുടെ പത്മശ്രീ ലഭിക്കുന്ന ആദ്യ വിദേശ പരിശീലകൻ കൂടിയായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതോടുകൂടി പത്മ അവാർഡ് നിങ്ങൾ സെറ്റ് ആയി കഴിഞ്ഞു. അതിൽ ഒരു സംശയവും ഇല്ല, റെഡി ആയി കഴിഞ്ഞു. അപ്പൊ പത്മ അവാർഡിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പം പത്മ അവാർഡ് ഫുൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, റെഡി.